ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ദിഗ്വിജയ. ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ട്. അതിനെല്ലാം ഉത്തരം കണ്ടെത്തിയിട്ട് യാത്ര തുടങ്ങാം. ഏറെ ദൂരം താണ്ടേണ്ടതുണ്ട് നമുക്ക്. ശ്രദ്ധയോടെ പോകാം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പങ്കജം. ഇവിടേക്ക് വന്നത് എന്തിനാണ്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അല്ല, ഞാൻ എത്രയോ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോ നാടകങ്ങളെക്കാൾ വലിയ നാടകങ്ങളാണ് നടക്കുന്നതെന്ന് തോന്നുക. എത്ര വിചിത്രമായ അനുഭവങ്ങളാ. അവസാനം ഷൈലു അവനെ കല്യാണം വരെ കഴിച്ചു. ഇതൊക്കെ എന്താണ് പങ്കജം? അതാ ഞാൻ പറഞ്ഞത് ചേട്ടാ, നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനേ. എന്നെ നിങ്ങൾ വിളിച്ചിരുന്നോ? ഇതൊക്കെ എന്താ മോനെ? എന്ത് പറഞ്ഞിട്ടാ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? നോക്ക്, അതെന്താ സംഭവിച്ചെന്ന് വെച്ചാ ഒന്നും പറയണ്ട. എനിക്ക് നിന്നോടൊരു താല്പര്യവും ഇല്ല, പണ്ട് മുതലേ അഭിപ്രായവും ഇല്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെ. ഷൈലു ആണെങ്കിലോ ഇനി ഇവിടുന്ന് എങ്ങോട്ടും വരില്ല, ഇതെന്റെ ഭർത്താവിന്റെ വീടാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുടെ സംശയമുണ്ട്. എന്താന്ന് ചോദിച്ചാ അതറിയില്ല എന്ന് പറയും. എന്താ ഇതൊക്കെ? കാരണം അറിയാതെ അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത്? ഷൈലുവിനെ കൂട്ടിക്കൊണ്ട് കുറച്ചു ദിവസത്തേക്ക് പുറത്തെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ശരി, ആയിക്കോട്ടെ. അതിനിപ്പെന്താ? ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവള് വരണ്ടേ? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഞങ്ങൾക്കാണെങ്കിൽ പ്രായമായി. കുറച്ചു ദിവസത്തേന് എവിടേക്കെങ്കിലും ഒന്ന് മാറിയാ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടും. ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. അത് നിനക്കറിയാലോ. ഞങ്ങള് മാത്രം പോയാ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കില്ലേ? അതുകൊണ്ടാണ് അവളോടും വരാൻ പറഞ്ഞത്. ശരി, ശൈലുവിടെ? അമ്പലത്തിലേക്ക് പോയിരിക്കുക. ശൈലുവിനെ കണ്ട് അവൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിവിടെ അയച്ചാ പോരെ? നിങ്ങൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്ക്. നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച് തെറ്റ് ചെയ്തു. നീ ഞങ്ങളുടെ ലോകത്തിന് അപമാനമാണ്. നടക്ക്, എന്റെ കൂടെ നടക്ക്, ഇപ്പോൾ തന്നെ നടക്ക്. അവനെവിടെ? ആര്? നീ ആരെ അന്വേഷിച്ചാണോ ഇവിടേക്ക് വന്നത്? അവൻ നാഗലോകത്തിനു വേണ്ടി ഈ ലോകത്തേക്ക് പുനർജനിച്ചവൻ ആരോ അവൻ. ഇദ്ദേഹം വീണ്ടും വീണ്ടും നാഗലോകം നാഗമാണിക്കെന്നൊക്കെ പറയാണല്ലോ. തൃശൂലും ഈ നാഗമാണിക്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഘോരസ്വാമികളും ഒരു തവണ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. തൃശൂലിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ മുൻപിൽ നിർത്തിയ ഇവര് പരസ്പരം സംസാരിച്ച് എല്ലാത്തിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. എന്താണ് അവര് രണ്ടാളും പറയുന്നത് കൃഷ്ണേ? അവര് പറയുന്നതൊന്നും നമുക്ക് കേൾക്കാനേ സാധിക്കുന്നില്ലല്ലോ. നമ്മൾ ഇനിയും മുന്നോട്ട് പോയാ തീർച്ചയായും നമ്മൾ അവളുടെ കണ്ണിൽ പെടും ദാക്ഷായണി. എന്താണ് അവരിരുവരും സംസാരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സംശയങ്ങളും ഇതോടെ അവസാനിക്കും. നീ എന്താണ് ഈ ആലോചിക്കുന്നത്? നടക്ക്, അവന്റെ അടുത്തേക്ക് നടക്ക്. സ്വാമിജി, അങ്ങക്ക് കുറച്ചു സമയം ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞാനിപ്പോ വരാം. എങ്ങോട്ടാണ് നീ ഈ പോകുന്നത്? എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വെറുതെ താമസിക്കുന്നത് എന്തിനാ സ്വാമി? അങ്ങ് ഇവിടെ തന്നെ നിൽക്കി എങ്ങോട്ടും പോവരുത്. ഞാൻ ഇപ്പൊ തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇവൻ നാഗലോകത്തുള്ളവനാണോ? അതെ, വന്നിരിക്കുന്നത് നാഗമാണിക്യത്തിന്റെ കാര്യം സംസാരിക്കാനാണ്. ആ സ്വാമിജി എന്നോട് സംസാരിച്ചതൊക്കെ കേട്ടപ്പോ ഞാനെന്തിനാ വല്ലാതായത്? ആ നാഗമാണിക്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. അല്ല, അതിനാ സ്വാമി ആരാ? എന്നോട് എന്തിനാ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത്? അവനെ പോയി വിളിച്ചോണ്ട് വരാനാ പറഞ്ഞത്. അതിനും അവൻ ആരാണെന്ന് അറിയണ്ടേ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾക്കൊക്കെ ഈ സ്വാമിജിക്ക് ഉത്തരം നൽകാനുണ്ടാവും. തൃശ്ശൂരും ചിലപ്പോ എന്റെ ഇതേ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാ അവനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്വാമിജിയുടെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ ഒരുപാട് സംസാരിക്കാനുണ്ടാവും.
എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെയെങ്കിലും ഒരു പരിഹാരം കിട്ടിയാൽ മതിയായിരുന്നു. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശൈലു അല്ല, എനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന തോന്നലിനൊക്കെ ഉത്തരം കിട്ടുമായിരിക്കും ചിലപ്പോ. എത്രയും പെട്ടെന്ന് തൃശ്ശൂലിനെ കൂട്ടിക്കൊണ്ടു വരണം. തൃശ്ശൂൽ, തൃശ്ശൂൽ, ആ ഇവിടെയുണ്ടോ? വാ നമുക്ക് പോ. ശിവാനി എവിടേക്കാ പോകുന്നത്? എന്റെ കൂടെ ഒന്ന് വാ. എങ്ങോട്ടും പോവണ്ട ശിവാനി. ഇപ്പൊ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ തന്നെ ധാരാളം. നിന്റെ അമ്മാവനും അമ്മായും നിന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. അതുകൊണ്ട് ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ടതുമില്ല. തൃശ്ശൂൽ, ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാക്കുന്നേ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിലേ നിന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. നിന്റെ എല്ലാ സംശയങ്ങളും മാറി കിട്ടും. തൃശ്ശൂൽ, വാ നീ പോകാം. ഇത് എന്തൊക്കെ പറയുന്ന ശിവാനി? എന്ത് സംശയം, എന്ത് പ്രശ്നം? തൃശ്ശൂൽ, ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ ഏതോ ഒരു സ്വാമി വന്ന് എന്നെ കണ്ടു. നിന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചത്. നീ ഇത് എന്തിനെ കുറിച്ചാ പറയുന്നത്? അത് തന്നെ, നീ ഇടയ്ക്കിടയ്ക്ക് നാഗമാണിക്യത്തെ കുറിച്ച് പറയാറില്ലേ, അതിനെ കുറിച്ച് തന്നെ. നിന്നെ ഇപ്പൊ അസ്വസ്ഥനാക്കുന്നതും ശ്വാസം മുട്ടിക്കുന്നതും ഇതേ സംശയം തന്നെയല്ലേ? അന്ന് നിന്നോട് സ്വാമി സംസാരിച്ചത് ഇതിനെ കുറിച്ച് തന്നെയല്ലായിരുന്നോ? അതെ. അദ്ദേഹം എവിടെയുള്ളത്? അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. എന്റെ കൂടെ വാ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ അവിടേക്ക് വരാൻ തയ്യാറാ. നടക്കും. കമ്പനം. ഈ സ്ഥലത്ത് എനിക്ക് കമ്പനം ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം നാം തിരയുന്നവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. ഗുരുക്കളെ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളിപ്പോ ഒരുപാട് ദൂരം വന്നില്ലേ? അല്ല, എന്നിട്ട് എവിടെ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? തായി ജ്വാലമാലിനി, ഞാൻ അന്വേഷിക്കുന്നവൻ എവിടെയാണെന്ന് കാട്ടിത്തരൂ, എനിക്ക് കാട്ടിത്തരൂ. ഗുരുക്കളെ, ശക്തി അവിടെയാണ് നിൽക്കുന്നത്. ആരായിരിക്കും അത്? മനസ്സിലാകുന്നില്ല. ശക്തി അവനെ ചുറ്റി വരുന്നത് കൊണ്ട് തന്നെ അവൻ നാഗലോകത്ത് നിന്ന് വന്നവനായിരിക്കണം. ഉറപ്പായിട്ടും എന്റെ സൂചനകൾ തെറ്റാറില്ല ദിഗ്വിജയ. അവൻ നാഗലോകവാസി തന്നെയാണ്. അപ്പോഴിനി നമ്മൾ എന്താണ് ചെയ്യുക? നടക്ക്. വശീകരണം നടത്തി അവനെ നമ്മുടെ ബന്ദിയാക്കി മാറ്റി അവനിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ആദിശേഷൻ ആരാണെന്നുള്ളത് കണ്ടെത്തിയേ പറ്റൂ. ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്ന ആദിശേഷൻ ആരെന്ന് മനസ്സിലാക്കിയാൽ നാഗറാണി നശിക്കുന്നതാണ്, നാഗമാണിക്യം നമ്മുടെ കൈക്കലാകുന്നതാണ്. ഒരു ഭയവും വേണ്ട ദിഗ്വിജയ. അല്ല ഗുരുക്കളെ, ഈ സ്വാമിജി എന്തിനാ അവിടെ നിൽക്കുന്നേ? ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവനെ നമ്മൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മറ്റാരോ ശ്രദ്ധിക്കുന്നുണ്ട് അവനെ. മറ്റാരോ എന്ന് പറയുമ്പോ അതാരാണ്? കൃഷ്ണയും ദാക്ഷായണിയും നാഗറാണിയോട് പൊരുതി മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോ എനിക്ക് ഈ ശരീരം തന്നത് അവർ രണ്ടുപേരുമാണ്. അവരിരുവരെയും നേരിൽ കാണണമെന്ന് കുറെ നാളുകളായി ആഗ്രഹിക്കുകയാണ്. നടക്ക്. ദാക്ഷായണി, കൃഷ്ണേ, ഇതാണ് എന്റെ ഗുരുക്കൾ, തക്ഷക മഹാസ്വാമിജി. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? എന്താണ് കാര്യം? നിങ്ങൾ ആ നിൽക്കുന്ന ആളെ അറിയൂ? അറിയില്ല ദിഗ്വിജയ. ശിവാനി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു. അവളെ പിന്തുടർന്ന് ഞങ്ങളും ഇവിടേക്ക് വന്നു, അത്ര തന്നെ. വന്നപ്പോ മുതൽ അവൾ അവനോട് സംസാരിക്കുകയാ. എന്താ സംസാരിച്ചേ? അവരുടെ സംസാരം കൃത്യമായി കേൾക്കുന്നില്ലായിരുന്നു. എന്നാൽ അവർ തീർച്ചയായും നാഗലോകത്തിലെ നാഗമാണിക്യത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ശിവാനി ഇവിടേക്ക് വന്നതിന് കാരണം ഒരുപക്ഷെ അയാൾ കാത്തിരിക്കുന്നുവെന്ന അറിയിപ്പ് കിട്ടിയതുകൊണ്ടായിരിക്കാം. രണ്ടാളും ചിരപരിചിതരാണ്. എന്തോ സന്ദേശവും കൊണ്ടാണ് അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളാണ് ഇവളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതെന്ന് നമുക്ക് വ്യക്തമായി ഉറപ്പിക്കാൻ സാധിക്കും.
എന്നാലും എന്ത് കാര്യമാണ് അവർ സംസാരിച്ചതെന്ന് വ്യക്തമായില്ല. നാഗറാണി പുറത്തു പോകുന്നത് കണ്ടു. നാഗലോകവാസി ഇവിടെ തന്നെ കാത്തിരിക്കുന്നു. അതിനർത്ഥം എന്തോ വലിയ ചർച്ച നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ശിവാനി, നീ അയാളെ കണ്ടിരുന്നില്ലേ? അയാളെ കാണാൻ എങ്ങനെയായിരുന്നു? മന്ത്രവാദികളെ പോലെയായിരുന്നോ? കാണാൻ അഘോരസ്വാമിയെ പോലെ ഉണ്ടായിരുന്നത്. പക്ഷെ മഹാജ്ഞാനിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കാണുമ്പോ തന്നെ അറിയാതെ നമ്മൾ വണങ്ങി പോകും. പക്ഷെ അദ്ദേഹം എന്നോട് എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞ് നീ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവളാണ്, വാക്കിന് വിലയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോ അയാള് നീ ശിവാനിയാണെന്ന് കരുതിയായിരിക്കും സംസാരിച്ചത്. എനിക്കും സത്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവാനി ഈ ഭൂമിയിലേക്ക് വന്നത് ഏതോ കർത്തവ്യം പൂർത്തിയാക്കാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കില്ലേ, അല്ലെ? പക്ഷെ നീ പറഞ്ഞത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവളെ ഭൂമിയിലേക്ക് വന്നത് എന്നല്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ശിവാനി ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റെന്തോ കാര്യമായ ഉദ്ദേശത്തിൽ തന്നെയാണ്. പക്ഷെ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ നിന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നത്. ശിവാനി, അയാൾ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ? നീ ശരിക്കും ഓർത്തു നോക്കി. നീ വന്ന ഉദ്ദേശം എന്തായിരുന്നു? നീ പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നീ നാഗലോകത്തുള്ളവളാണ്, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്. അതുകൂടാതെ അവൻ എവിടെയാ? അവന് വിളിച്ചോണ്ട് പോവാന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. അവനെന്ന് പറഞ്ഞ? അതെനിക്കറിയില്ല തൃശൂൽ. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നാഗലോകം, നാഗമാണിക്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ നാഗമാണിക്യം എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത്. നീയും അതേ കാര്യത്തിലല്ലേ ഡിസ്റ്റർബ് ആയിരുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് അടുത്തെത്തിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് തോന്നിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ശിവാനി, എന്തിനാ അയാളോട് നിർത്തിയിട്ട് വന്നത്? അയാളോട് വിളിച്ചിട്ട് വരായിരുന്നില്ലേ? തൃശൂൽ, ഞാൻ പറയുന്നതേ അദ്ദേഹം കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെ എന്റെ കൂടെ വരുന്നേ? ശരി, നടക്ക്, വേഗം പോ. അദ്ദേഹത്തെ കണ്ട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. നടക്ക്, വേഗം പോ. ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു പോയവൾ ഇതുവരെ എന്താണ് തിരികെ വരാത്തത്? അവളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം മാറിയിരിക്കുന്നു. മനുഷ്യരുടെ ലോകം അവളുടെ മനസ്സിനെ മാറ്റിയിരിക്കുന്നു. എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതിന്റെ തന്നെ ഉദ്ദേശം എന്താണ്? ഗുരുക്കളെ, നമ്മൾ 4 പേരുണ്ട്. അയാളാണെങ്കിൽ ഒറ്റയ്ക്ക്. നമുക്കൊരുമിച്ച് അയാളെ കീഴ്പ്പെടുത്തിയാലും. ഹേ ദിഗ്വിജയ, അവൻ നാഗലോകത്ത് നിന്ന് വന്നതാണ്, മഹാശക്തിശാലി. 4 പേരല്ല, ഒരു വലിയ പടയെ തന്നെ കൊണ്ടുപോയെന്നാലും അവനെ എതിർക്കുക എന്നത് എളുപ്പമാകില്ല. ഉപായമായി ഉടനെന്തെങ്കിലും കണ്ടുപിടിക്കണം. കാരണം എന്തെന്നാൽ നാഗലോകത്ത് നിന്ന് വന്നവൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനിൽ മഹാശക്തികൾ അടങ്ങിയിട്ടുണ്ടാകണം. അവൻ എന്തിനു വന്നു എന്നറിയാതെ നമുക്ക് മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാഗലോകത്തുള്ളവരുടെ ഗുണമെന്തെന്നാൽ അവരെല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഒരിക്കലും സംസാരിക്കില്ല. ആരോട് സംസാരിക്കണോ അവരോട് മാത്രമേ ചർച്ചകൾ നടത്തുകയും സംസാരിക്കുകയുമുള്ളൂ. അവന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ശിവാനിക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ ശിവാനി ഇവിടെ ഇല്ലല്ലോ. നിന്നെ ഇപ്പോ ശിവാനിയാക്കി മാറ്റാനുള്ള ശക്തി എന്റെ പക്കലുണ്ട്. ഗുരുക്കൾ എന്താണ് ഈ പറയുന്നത്? അതെ, എന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് ഞാൻ ഇവളെ ശിവാനിയാക്കി മാറ്റാൻ പോവുകയാണ്. ഗുരുക്കൾ എന്താണ് ഈ പറയുന്നത്? അതെ, എന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് ഞാൻ ഇവളെ ശിവാനിയാക്കി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ചെയ്താൽ അവന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നിനക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും. ശരി. ഓം ജ്വാലമാലിനിയേ നമഃ, രുദ്രമാലിനിയേ നമഃ, അഷ്ടശക്തി പ്രദായേ നമഃ. പോകൂ, ഈ വേഷത്തിൽ ചെന്ന് അവനോട് സംസാരിക്കൂ. അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വരൂ. ശരി. പ്രണാമം സ്വാമിജി. ഓ, വീണ്ടും നീ ഒറ്റയ്ക്ക് തന്നെ വന്നോ?
അവനെ വിളിച്ചുകൊണ്ടുവരുമെന്നാണ് കരുതിയിരുന്നത്. ഇതെന്താണ് നീ മാത്രം വന്നത്? നിന്നോടാണ് ഈ ചോദിക്കുന്നത്. ഉത്തരം നൽകൂ ശിവാനി. അത് സ്വാമിജി, അവൻ അവിടെ ഇല്ല. എവിടെയാന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാ. നീ നിന്റെ ലക്ഷ്യം മറന്നു പെരുമാറുകയാണ്. അതുകൊണ്ട് അതിന്റെ പരിണാമം നീ അനുഭവിക്കേണ്ടി വരും. സ്വാമിജി, എന്നെ ഒന്ന് മനസ്സിലാക്ക്. നാഗമാണിക്യം ഇതേ കാര്യം മുൻപ് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലെന്ന രീതിയിൽ അഭിനയിച്ചതോ? ഇപ്പോൾ നാഗമാണിക്യത്തെ പറ്റി സംസാരിക്കുന്നു. സ്വാമിജി, അത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ, നേരത്തെ അങ്ങനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ദൂരെ നിന്നിട്ട് ആരോ നമ്മളെ തന്നെ വീക്ഷിക്കുന്നതായിട്ട് തോന്നി എനിക്കതാ. അതുകൊണ്ട് അപ്പൊ ഞാൻ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു എന്ന് മാത്രം. വരൂ സ്വാമിജി, നാഗമാണിക്കുള്ള സ്ഥലം എനിക്കറിയാം. ഞാൻ അങ്ങേ അങ്ങോട്ട് കൊണ്ടുപോവാം. ഈ വിഴുങ്ങിയ നാഗമാണിക്യം മറ്റെവിടെയോ എന്ന് പറഞ്ഞാൽ? നിന്നോടാണ് ചോദിക്കുന്നത് ശിവാനി. അത് സ്വാമിജി, ശത്രുക്കൾ അറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് നാഗമാണിക്യം മാറ്റേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അതാ ഇപ്പൊ അത് ഞാൻ മാറ്റി സൂക്ഷിച്ചു വെച്ചിരിക്ക. അങ്ങ് വരികയാണെങ്കിൽ നാഗമാണിക്കുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. വരൂ, വന്നാലും. ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് തൃശ്ശൂർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ കാണണ്ടേ? ശിവാന, നീ ശരിക്കും ആലോചിച്ച് നോക്ക്. അദ്ദേഹം ഇവിടെ ആയിരുന്നോ അത് വേറെ എവിടെയെങ്കിലും? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് നിന്നെ വിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ പോയി? അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. നമുക്കൊന്ന് നോക്കാം. സ്വാമിജി, 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 എവിടെ പോയതാ സ്വാമിജി? ഇതെന്താ ശിവാനി, ഇവിടെ ആരും കാണുന്നില്ല. അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ മനസ്സിലെ സംശയങ്ങൾ മാറി കിട്ടിയാനെ. നിന്റെ സംശയങ്ങൾ മാത്രമല്ല തൃശൂൽ, എന്റെ സംശയങ്ങളും മാറി കിട്ടുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഞാനല്ലാന്ന് തോന്നിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ എനിക്ക് വേറെന്തൊക്കെയോ കടമകൾ ചെയ്യാനുള്ളത് പോലെ. പക്ഷെ അത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സ്വാമിജിയും അതിനെക്കുറിച്ച് തന്നെയാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെല്ലാം എന്നെക്കുറിച്ച് തന്നെയാണെന്നാ എനിക്ക് തോന്നിയത്. പക്ഷെ മനസ്സിലാവുന്നില്ല. എല്ലാം എനിക്ക് അറിയാം. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ശിവാനി. എല്ലാ ഉത്തരങ്ങളും കിട്ടി, ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ലാസ്റ്റ് സെക്കൻഡിൽ എല്ലാം മിസ്സായി. ഇല്ല തൃശൂർ, അദ്ദേഹം ദൂരെ എവിടേക്കും പോവാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. വാ നോക്കാം, വാ. ശിവാനി, എങ്ങോട്ടാണ് ഈ വിളിച്ചുകൊണ്ടു പോകുന്നത്? നിന്നോടാണ് ഈ ചോദിക്കുന്നത്. നാഗമാണിക്കുള്ള സ്ഥലത്തേക്കാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നാഗമാണിക്യം എവിടെ? അതെ, അത് കാണിച്ചു തരാം ഞാൻ. വരൂ, വരൂ. ഗുരുദേവ, നാഗമാണിക്കെന്താ അവിടെയുണ്ട്. അവിടെ കാണുന്നില്ലല്ലോ ശിവാനി. അവിടെയുണ്ട് ഗുരുദേവ, ശരിക്കും നോക്കൂ. ഇവിടെ ഒരിടത്തും കാണുന്നില്ല ശിവാനി. ശിവാനി, തെറ്റാണ് നീ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാ, വേറെ വഴി എനിക്കില്ല. ഇതാണ് ശരിയായ മാർഗമെന്ന് തോന്നി, അതുകൊണ്ടാണ് ബന്ധിച്ചത്. നീ ശിവാനിയല്ല. നാഗലോകത്താരും ഇങ്ങനെ പെരുമാറുകയുമില്ല. എന്നെ വിശ്വസിപ്പിച്ച് ഈ രീതിയിൽ ചതിക്കുന്നുവല്ലേ നീ? ആരാണ് നീ? ആരാണ് നീ? പറയൂ. ഞാൻ ശിവാനിയാണ്. നാഗമാണിക്യത്തിനായിട്ടാണ് ഞാൻ വന്നത്. അറിയാമല്ലേ? അറിഞ്ഞിട്ടും എന്തിനാണ് ഈ ചുറ്റിക്കളി? ഇപ്പോൾ ഞാൻ അങ്ങയെ ബന്ധിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര എനിക്ക് ബുദ്ധിമുട്ടാകും. അങ്ങയെ വെറുതെ വിട്ടാൽ എന്റെ പ്രാണൻ പോലും അപകടത്തിലാവും.
അതുകൊണ്ടാ അങ്ങേ എന്നേക്കുമായി ബന്ധനസ്ഥനാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തെറ്റാണ് നീ ചെയ്യുന്നത് ശിവാനി. മനുഷ്യലോകത്തിലെ സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. അതുകൊണ്ട് നീ ഈ രീതിയിൽ എന്നോട് പെരുമാറിയാൽ വലിയ ദോഷങ്ങൾ സംഭവിക്കും.